ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. ഈ മാസം 11-ന് ലിച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ് കേട്ടോ, റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ തിങ്കളാഴ്ച ആൾക്കാരുടെ സ്കൂളും തുറക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കുവൈറ്റിൽ വന്നിട്ട് ആദ്യമായിട്ട് ക്ലാസ്സിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഷോപ്പിങ്ങും ഉണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ടാക്സി വിളിച്ച് വേണം പോവാനായിട്ട്. എപ്പോഴും ടാക്സി അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ഞങ്ങളിങ്ങനെ നടക്കുവാണ്. ലച്ചുമോളിങ്ങനെ ഫ്രണ്ടിൽ കൂടെ നടക്കുവാണ്. ആളൊത്തിരി എക്സൈറ്റഡ് ആണ് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. എപ്പോഴും ഇവിടെ ടാക്സി കാണാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അന്ന് ഇറങ്ങിയ ദിവസം ടാക്സി ഭയങ്കര കുറവായിരുന്നു. ടാക്സി തപ്പി നടക്കുവാണ്, എപ്പോഴെങ്കിലും കിട്ടും. ടാക്സി ഒറ്റണം കാണുന്നില്ല കേട്ടോ. അങ്ങനെ ടാക്സി എത്തി, കിട്ടി. ഞങ്ങൾ ടാക്സിയിൽ കയറി. ഫാഹേൽ എന്ന സ്ഥലത്ത് ആണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിറയെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ടൗൺ ഏരിയ ആണ് ഇവിടെ. പോകുമ്പോൾ നേരത്തെ വന്ന നേരത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. ഒലീവ് നേരത്തെ ഈ സൈഡിലല്ലായിരുന്നു, അതൊക്കെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന് മുന്നേ ഞങ്ങൾ കല്യാൺ ജ്വല്ലേഴ്സിൽ ഒന്ന് കയറി കേട്ടോ. കല്യാൺ ജ്വല്ലേഴ്സ് എത്തി. ലച്ചുവിൻ്റെ മാലയൊന്ന് മാറ്റിയെടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റിയെടുത്ത് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോവുകയാണ്. ബാക്കി ഷോപ്പിങ്ങിനായി ലുലുവിലെത്തി. ലച്ചുമോളെ ഇരുത്താനുള്ളൊരു ട്രോളി തപ്പുവാണ് കേട്ടോ ഞങ്ങൾ ആദ്യം. ആദ്യത്തെ സെക്ഷൻ പച്ചക്കറികളും ഫ്രൂട്ട്സും ആയിരുന്നു. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ എടുത്തു. അങ്ങനെ കിട്ടിയിട്ടോ അവൾക്ക് പറ്റിയ ട്രോളി. ഇങ്ങനത്തെ ട്രോളി ആയിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറച്ച് പർച്ചേസൊക്കെ നടത്തി. പിന്നെ മീൻ സെക്ഷനിലെത്തി കുറച്ച് മീനും വാങ്ങിയിട്ടോ. കുറച്ച് പ്രോൺസും അല്ലാത്തൊരു മീനും ഞങ്ങൾ വാങ്ങി. അവിടെ അത് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ മുകളിലത്തെ ഫാഷൻ സ്റ്റോറിലേക്ക് പോകാനായിട്ട് നോക്കുകയായിരുന്നു. ഈ മീനാണ് ഞങ്ങൾ വാങ്ങിയത്. അങ്ങനെ മുകളിലത്തെ ഫാഷൻ സ്റ്റോറിലേക്ക് പോവുകയാണേ. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ലുലു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലുലുവിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ. എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ. പിന്നെ നല്ല രസവുമാണ് ഷോപ്പിങ്. അങ്ങനെ ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലേക്ക് പോവുകയാണ്. ഫാഷൻ സ്റ്റോറിൽ ചെന്നപ്പോൾ തന്നെ ലച്ചു ആകെ മൊത്തം ബഹളമായിട്ടോ. അവൾക്ക് അത് വേണം ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഈ പാവേനെ എടുത്തു കേട്ടോ. അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനത് കേട്ടപ്പെട്ട് കാണിക്കുന്നില്ല കേട്ടോ. എന്ത് കണ്ടാലും അത് അപ്പം വേണം. അങ്ങനെ ഞങ്ങൾ ബാഗ് തപ്പി നോക്കുവാണ് കേട്ടോ.
അപ്പോൾ ബാഗിൻ്റെയും പിന്നെ വാട്ടർ ബോട്ടിൽ എടുക്കണം, ലഞ്ച് ബോക്സ് എടുക്കണം, എല്ലാ സാധനങ്ങളും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും നോക്കുവാണ്. ചേട്ടൻ ബാഗ് നോക്കുമായിരുന്നു കേട്ടോ. ലച്ചുമോൾ ഇതുവരെ ആ പാവയിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. അപ്പം ഞാൻ ലഞ്ച് ബോക്സ് നോക്കുകയാണ് കേട്ടോ. പറ്റിയ ലഞ്ച് ബോക്സ്, ചെറിയൊരു ലഞ്ച് ബോക്സ് മതി. കാരണം അവർക്ക് ടിഫിനായിട്ട് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്താൽ മതി. കാരണം ഇവിടെ 4 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നും എടുത്ത് നോക്കുവാണ് കേട്ടോ. വാട്ടർ ബോട്ടിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, പല രീതിയിലുള്ളത്. നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ലഞ്ച് ബോക്സാണ് കേട്ടോ എടുത്തത്. ചേട്ടൻ എന്നിട്ട് ബാഗൊക്കെ നോക്കുവാണ്. ഈ ബാഗാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. നല്ല ബാഗായിരുന്നു അത്. അവൾക്ക് പറ്റിയ ബാഗ്, ചെറിയ ബാഗും. അവൾ ഓരോന്നും എടുത്ത് നോക്കുവാണ് കേട്ടോ. ലാസ്റ്റ് ആ ചെറിയ സൈക്കിൾ വണ്ടിക്ക് വേണ്ടിയിട്ട് മൽപ്പെടുത്തായിരുന്നു. വണ്ടി ഒത്തിരി അവൾക്ക് ഇഷ്ടമായി. അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുമായിരുന്നു. ലാസ്റ്റ് കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനം കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ പെൻസില്, ഇറേസർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. ഞാൻ അതെല്ലാം നോക്കുകയാണ്. 2 ഇറേസറും പിന്നെ പെൻസിലിൻ്റെ ഒരു സെറ്റും ഞാൻ വാങ്ങി. പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഡ്രസ്സ് സെക്ഷൻ എത്തി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കാണാനായിട്ട്. പിള്ളേരുടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. എല്ലാം ഞാൻ നോക്കുമായിരുന്നു. എനിക്ക് ഈ ഉടുപ്പ് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, ഈ വയലറ്റ് കളറ്. പിന്നെ ഇങ്ങനത്തെ ഉടുപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും നല്ല സ്യൂട്ടാണത്. നല്ല രസമാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. ഞാൻ ലുലുവിൽ ഓഫറിൽ ബാഗൊക്കെ വാങ്ങിയിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഇത് കണ്ടത് കേട്ടോ, സൈക്കിളിന് വേണ്ടിയിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ലച്ചു. സൈക്കിൾ ഓരോന്നും എടുത്ത് നോക്കുവാണ്. ഞങ്ങൾ സൈക്കിൾ വാങ്ങിയില്ല. കാരണം സൈക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് സൈക്കിൾ വാങ്ങി കൊടുക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ചെറുത് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. സൈക്കിളിന് വേണ്ടിയിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ഈ സൈക്കിള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുവാണ് കേട്ടോ, അത് വേണമെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു ബോളൊക്കെ എടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങി വന്ന വഴിക്കാണ് ഈ 2 താരങ്ങളെ ഞങ്ങൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവർ നൽകിയത്. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവർക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവരുടെ കൂടെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ലാസ്റ്റ് എല്ലാം വാങ്ങി, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ, ബാഗും അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ലാസ്റ്റ് ബില്ലടിച്ചിട്ട് ഞങ്ങൾ പോന്നു. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.